എല്ലാവർക്കും കുഞ്ചമ്മ കേസയ്ക്ക് സ്വാഗതം. ഹലോ, അപ്പോൾ എനിക്ക് മീഷോ എന്നൊരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടയാണ് കേട്ടോ. നമ്മുടെ അംബ്രല. അപ്പോൾ അംബ്രല വാങ്ങണമെന്നുള്ള കുറേ നാളത്തെ ആഗ്രഹമായിട്ട് നടക്കുകയാണ്. അപ്പോൾ എല്ലാ വർഷവും സ്കൂൾ തുറപ്പിന് അംബ്രല വാങ്ങും. പക്ഷേ 1, 2, 3 ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കമ്പിയൊക്കെ ഒടിഞ്ഞ് അതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ ഇളവി അങ്ങ് പോകും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു കുട ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 650 രൂപ കൊണ്ട് കൊടുത്ത് വാങ്ങിയ കുടയാണ്. കമ്പനി കുടയായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ ഇളകി കമ്പിയൊക്കെ പോയായിരുന്നു. അങ്ങനെയാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മീഷോയിൽ ഓഫർ കണ്ടത്. അപ്പോൾ 3 കുടയായിട്ടാണ് വാങ്ങിയത്. 3 കുട എനിക്കും ആമിക്കും ചച്ചുവിനും ഓരോ കുട ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഒറ്റ കുടയുടെ പൈസയ്ക്ക് 3 കുടയാണ് വാങ്ങിച്ചത്. 558 രൂപയുടെ കുടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ആയിട്ട് പൈസ മുമ്പേ പേ ചെയ്യുകയാണെങ്കിൽ 458 രൂപ. അങ്ങനെ ഞാൻ 458 രൂപയ്ക്കാണ് വാങ്ങിയത്. ആ 3 കുടയാണ്. അപ്പോൾ ചെറിയ കുട എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം ഇതിനേക്കാളും ചെറിയ കുട വാങ്ങിക്കുമ്പോഴത്തേക്ക് ലാസ്റ്റിങ് ഞാൻ പാടാണ് കേട്ടോ. പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും, കമ്പിയും പോവും, തയ്യലും ഒക്കെ പോവും. മാത്രമല്ല അത് ഒടിയാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പിടിയിൽ ഊരിയൊക്കെ വരും കേട്ടോ. ചെറിയ കുടയാകുമ്പോഴത്തേക്ക് പിടിയെന്നല്ല, അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ സ്വിച്ച് അകത്തോട്ടും പുറത്തോട്ടും വലിക്കുന്ന സാധനം ഉണ്ടല്ലോ. അതാ ഈ സാധനം ഈ എൻഡിൽ ചെന്നിരിക്കണം. അവിടെ നിന്ന് കുട കമ്പിയിൽ നിന്ന് വേറെ കുട വേറെ ആയിട്ടൊക്കെ വരും. അങ്ങനെയാണ് ഞാൻ പിന്നെ വിചാരിച്ചത് 3 കുട വാങ്ങാൻ. അപ്പോൾ ആദ്യത്തെ കുട ഇതാണ് കേട്ടോ. നല്ല റെഡ് കളർ കുടയാണ്. ഈ കുട എന്തായാലും എനിക്കാണ് കേട്ടോ. അപ്പോൾ ഈ കുട കണ്ടിട്ടാണ് ഞാൻ കുട വാങ്ങിയത്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇത്രയും വലിയ കുടയാകുമ്പോഴത്തേക്ക് ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും. നമ്മൾ ചെറിയ കുട വാങ്ങിക്കുമ്പോഴത്തേക്ക് ലാസ്റ്റിങ് കുറവാണ്. അതുപോലെ തന്നെ നമ്മളെ കാലം കുടയൊക്കെ വാങ്ങിയാലും ഒരുപാട് കാലം നമുക്കത് ലാസ്റ്റ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റേ. ഇതും നല്ലൊരു കളറാണ്. ഇതപ്പോൾ വാങ്ങിയിട്ടുള്ളത് ആമിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. 3 പേരും കൂടി ഇരുന്നിട്ട് 3 പേർക്കും ഇഷ്ടപ്പെട്ടതാണ് സെലക്ട് ചെയ്തത്. ഇത് വാങ്ങിയിട്ടുള്ളത് ചച്ചുവിനാണ്. അപ്പം 3 എണ്ണം കൂടെ ഒറ്റ കോംബോയാണ്. അപ്പോൾ ഇതിൽ പല പല ഡിസൈന് പല പല കളറൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ നമുക്കിതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളത് ചച്ചുവിനാണ് കേട്ടോ. അപ്പോൾ അവന് ബസ് വരുന്ന സ്ഥലം വരെ നടക്കണം, പിന്നെ തിരിച്ചും അതുപോലെ വരണം. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നടക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവന് കുട. പിന്നെ ആമിക്ക് സ്കൂൾ വണ്ടിയിൽ കയറാൻ നേരത്ത് ആമീനെ കൊണ്ടാക്കാൻ വേണ്ടി മുമ്പത്തെ സ്കൂൾ വണ്ടി എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ വീടിൻ്റെ മുറ്റത്ത് വരുമായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ സ്കൂൾ വണ്ടി എന്ന് പറഞ്ഞാൽ ഇനി വരത്തില്ല, കുറച്ച് വലിയ വണ്ടിയാണ്. അപ്പോൾ കുറച്ച് നടന്ന് കൊണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് 3 പേർക്ക് ഓരോ കുട വാങ്ങിയത്. മഴയാകുമ്പോഴത്തേക്ക് വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങണമെങ്കിൽ അത്യാവശ്യമായിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഒന്നാമത്തെ വിഷയം കുട ഇല്ലെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ വിഷമം അങ്ങ് തീർത്തിട്ടുണ്ട്. എനിക്കിതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള മെറ്റീരിയലായിട്ട് തോന്നിയത് ഈ റെഡാണ് കേട്ടോ. റെഡിൻ്റെ മെറ്റീരിയൽ നല്ല കട്ടിയുള്ള, എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല, നല്ല മിനുസമാണ്, എന്നാൽ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ ഈ കളറാണ് എനിക്കിഷ്ടപ്പെട്ടത് എടുത്തത്. എങ്കിലും ഇതാണ് ക്വാളിറ്റി ഉള്ളത്. മിക്കവാറും ഇത് ചച്ചുവിന് കൊടുക്കേണ്ടി വരും. കാരണം അവൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്കെല്ലാം കാലാവധി കുറവാണ് കേട്ടോ. അപ്പോൾ അവൻ ഇത് തന്നെ കൊടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇത്രയും കളറുള്ളതൊക്കെ അവൻ കൊണ്ടുപോകുമെന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ കുട വാങ്ങാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മീഷോയിൽ ഇതുപോലെ ഓഫർ പ്രൈസിലൊക്കെ വരുന്നത് വാങ്ങുന്നതായി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം 650 രൂപയുടെ കുട വാങ്ങിച്ചിട്ട് 1 മാസം പോലും തികച്ച് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ കാര്യമൊന്നും വലിയ വ്യക്തമായിട്ടൊന്നും നമുക്ക് അറിയത്തില്ല, എങ്ങനെയാണെന്ന് ഉപയോഗിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. പക്ഷേ കണ്ടെടുത്തോളമൊക്കെ നല്ലതാണ്. നല്ല സ്റ്റിച്ചിങ്ങും ഒക്കെ നല്ലതാണ്. എല്ലാം ഞാൻ പിടിച്ചു നോക്കി. അതുപോലെ കമ്പിയൊക്കെ നന്നായിട്ട് കുടയിലും തുണിയിൽ സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആ റെഡിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതും കൊള്ളാം, നല്ല ഗ്ലേസിങ്ങൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് ആമിക്കുട്ടൻ്റെ കുടയാണ്. ആമിക്കുട്ടൻ കുറേ ദിവസം കൊണ്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് കുട വാങ്ങിത്തരുമോ എന്ന്. എന്താണ് ആവശ്യമെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. അവൾക്ക് മഴയത്ത് ഇവിടെ നിന്ന് താഴോട്ട് ഓടാനും താഴ്ന്ന് ഇങ്ങോട്ട് ഓടാനും വേണ്ടിയിട്ടാണ് കുട. അല്ലാതെ അവൾക്ക് സ്കൂളിലൊന്നും കൊണ്ടുപോകണ ഓർമ്മയ്ക്കൊന്നും അല്ല കേട്ടോ. അപ്പം ഇത് ചച്ചുവിൻ്റെ കുട അതിനേക്കാളും ഈ ആമിയുടെയും ചച്ചുവിൻ്റെയും കുട ഒരേപോലെ തന്നെയാണ് മെറ്റീരിയൽ എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല. നമുക്ക് 450 രൂപ ആയപ്പോഴത്തേക്ക് 3 കുട കിട്ടിയില്ലേ. അപ്പോഴത്തേക്ക് ഒരു കുട 150 രൂപ വെച്ചല്ലേ ആയിട്ടുള്ളൂ. നമ്മൾ ഏറ്റവും കുറഞ്ഞ ലോക്കൽ കുട ഇവിടെ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ പോലും ഈ വീടുകളിലൊക്കെ കുടയൊക്കെ ചെയ്ത് കൊടുക്കുമല്ലോ, അങ്ങനെ വാങ്ങണമെങ്കിൽ പോലും 200 രൂപയാണ് കേട്ടോ. 200 രൂപയ്ക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ 3 കുട എനിക്ക് തോന്നുന്നു 450 രൂപയ്ക്ക് ഷിപ്പിംഗ് ഒന്നും ഇല്ലാതെ നമ്മളെ വീട്ടിൽ കൊണ്ടുതരുമ്പോൾ അത് നല്ലത് തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര കിളിയുടെ ബഹളമാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് ഫോൺ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ ചെയ്യുമെങ്കിൽ അപ്പോൾ എവിടെ നിന്നെന്ന് അറിഞ്ഞൂടെ ചുറ്റാകെ കുറേ കിളികൾ വന്നിരുന്ന വിളിയാണ്.
ഭയങ്കര ബഹളമാണ്. അപ്പം 3 കുട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആമി ഇന്ന് വരുമ്പോഴത്തേക്ക് ആമിക്ക് ഇന്ന് കുട കൊടുത്തു സോപ്പിടാം. ആമിക്ക് കാലത്തെ സ്കൂളിൽ പോകാൻ മനസ്സില്ലാതൊക്കെയാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. പുതിയ സ്കൂളൊക്കെ ആയതുകൊണ്ട് വലിയ താല്പര്യവും കാര്യങ്ങളും ഒന്നുമില്ല, എന്നാലും പിന്നെ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ആ 3 കുട. ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ടായിരുന്നു വന്നത്. ബീഡ്സിൻ്റെയൊക്കെ കുറേ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, മെമ്മറി ഫുള്ളാണ്. അപ്പോൾ കുടകളുടെ ഓരോന്നിൻ്റെ ആയിട്ട് വെച്ച് ഞാൻ ഓരോരോ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.